ഭിന്നശേഷിക്കാരായ കുട്ടികൾ അവരുടെ ഒന്നും ബന്ധമില്ലാതെ അജ്ഞാതമായ അദൃശ്യമായ ഏതോ കാരണങ്ങൾ കൊണ്ട് അവർ ഭിന്നശേഷിക്കാരായ മക്കളായി ജനിച്ചു. ഭിന്നശേഷിക്കാരായ മക്കളിലും സർഗാത്മകമായ മാനുഷികമായ ഭാവങ്ങളും സ്നേഹവും മനുഷ്യത്വവും എല്ലാം ഉണ്ട്. അവർ സ്നേഹമിശ്രിതമായ പെരുമാറ്റവും എല്ലാം. ഞാൻ പ്രതിനിധാനം ചെയ്ത് നിയോജകമണ്ഡലത്തിലുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഒരു വിദ്യാലയം. ആ വിദ്യാലയങ്ങളിൽ സമയം ലഭിക്കുമ്പോഴെല്ലാം ഞാൻ പോകാറുണ്ട്, അവരെ കാണാനും അവർ സംസാരിക്കാനും. അവർ വാസ്തവത്തിൽ ജീവിതത്തിൽ, ഈ പ്രാപഞ്ചിക ജീവിതത്തിലെ അമൂല്യ നിധികൾ തന്നെയാണ്. അവരെ സ്നേഹിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവരോടൊത്തുചേരാൻ എല്ലാമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നല്ലതാണ്. ഇതുപോലെ കൂട്ടായ്മകളിലൂടെ അവരുടെ രക്ഷാകർത്താക്കൾക്കും ഈ മക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഒരു അനുവചനീയമായ സ്നേഹസ്പർശമുണ്ടാകുന്നത് വളരെ വിലപ്പെട്ട കാര്യമാണ്.